ഇന്നലെയാണ് വളാഞ്ചേരി എടയൂർ സ്വദേശിനിയായ 25-കാരിയായ ഭിന്നശേഷിക്കാരിയുടെ ബന്ധുക്കൾ ഇരിമ്പിളിയം വലിയകുന്നിൽ പ്രവർത്തിക്കുന്ന പുനർജനി എന്ന ഭിന്നശേഷി പരിപാലന കേന്ദ്രത്തിന് നേർക്ക് പരാതിയുമായി രംഗത്തെത്തിയത്. യുവതിയുടെ കയ്യിൽ പുനർജനിയിലെ അധ്യാപിക ചൂടുവെള്ളമൊഴിച്ച് പൊള്ളിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യുവതിയുടെ ബന്ധുക്കൾ കള്ളം പറയുകയാണെന്നും പുനർജനിയിലെ തന്നെ മറ്റു ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ അറിയിച്ചു. മക്കളെ കാണാനും പരിപാലിക്കാനും കയറിച്ചെല്ലാൻ ഒരു നിയന്ത്രണവുമില്ലാത്ത സ്ഥലമാണ് പുനർജനി. കുട്ടികൾക്കൊപ്പം പല രക്ഷിതാക്കളും അവിടെ പോകുകയും ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യാറുണ്ടെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. എൻ്റെ പേര് ഹസീന. ഞാൻ പുനർജനിയിലെ അമീൻ്റെ ഉമ്മയാണ്. എൻ്റെ മോന് 1.5 വർഷത്തോളമായി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആളാണ്. എൻ്റെ കുട്ടിയോടുള്ളപ്പോൾ ഞാൻ വരുന്നുണ്ട്. 9:45 മുതൽ 3:45 വരെ ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ ടീച്ചേഴ്സ് അടുക്കളയിൽ കയറി ഒരു വെള്ളം ചൂടാക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറില്ല, ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾ എന്തുണ്ടാക്കണോ അത് അവർ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ വാർത്ത മുഴുവനും വ്യാജാണ്. അവരാദ്യം പറഞ്ഞത് എൻ്റെ മോൻ കടിച്ചു എന്നാണ്. പക്ഷേ അത് അവൻ്റെ വായിൽ പല്ലില്ല. അത് കാരണം അത് അവർക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പിന്നെ അതാണ് പൊള്ളലിലേക്ക് മാറ്റിയത്. എന്ന് പൊള്ളി എന്ത് സംഭവിച്ചു, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അമ്മമാർക്ക് അറിയണം. കാരണം ഇത് സ്കൂളിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. ടീച്ചറിൻ്റെ പേര് വെറുതെ പറയാം. ടീച്ചർ മേഘ ടീച്ചറാണ് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ, അല്ലാതെ ഈ പറയപ്പെട്ട കാവ്യ ടീച്ചറല്ല. അതുപോലെ ആ അമ്മക്കറിയില്ല. ഇത്തരത്തിൽ ജനകീയ സ്ഥാപനമായ പുനർജനിക്കെതിരായ ആരോപണം കൃത്യമായ ഗൂഢാലോചനയോടെയാണ്. ആക്ഷേപം പച്ചക്കള്ളമാണെന്നും അതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞു. മിസ്സാണ്. എൻ്റെ കുട്ടി 2 വർഷം ആയി അവിടെ. എൻ്റെ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നവും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഞാൻ ധൈര്യത്തിൽ എവിടെയോ നിൽക്കില്ല. അവനെ ധൈര്യത്തിൽ ഞാൻ ആക്കി പോണ സ്ഥാപനമാണത്. കാരണം ഞാൻ നഴ്സിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടെ ടീച്ചേഴ്സിൻ്റെയും മാമിൻ്റെ അടുത്ത് അവിടെ ആക്കിയിട്ട് ഞാൻ പോവും, ക്ലാസ്സിന് പോവും വരും. അങ്ങനെ 1 വർഷം ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഈ വിഷയം അറിയുമ്പോൾ പറഞ്ഞ 8-ാം തീയതി അവർക്ക് ഞാൻ പേഴ്സണലി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നതിൻ്റെ അടുത്ത് കുട്ടി ബാറ്റ് കളിച്ചു, ബോൾ കളിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു തരാണ് കുട്ടി പറയുന്നത് പൊള്ളിച്ചാണ് ടീച്ചർ എന്ന് പറഞ്ഞു എന്നുള്ളത്. അവരെന്നെ എൻ്റെ അടുത്ത് ആ കോൾ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ കുട്ടി നുണ പറയില്ല, കള്ളം പറയില്ല എന്ന്. അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതും ബോൾ കളിച്ചു, ബാറ്റ് കളിച്ചു, അങ്ങനെ അത് പറ്റിയെന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടി കടിച്ചു, അതെല്ലാം ഇവർ പറഞ്ഞ് ഇത് മാത്രം ടീച്ചേഴ്സ് പറയിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓട്ടോയിൽ നിന്ന് പറ്റിയാന്നുള്ളത് ടീച്ചേഴ്സ് പറയിപ്പിച്ചു. കുട്ടീനെ പ്രഷർ ചെയ്തിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഉള്ളിലിരുത്തിയിട്ടാണ് പറയിപ്പിച്ചത്. അതിനെ കള്ളാന്നാണ് പറയുന്നത്. സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന തങ്ങൾക്കും മക്കൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥാപനം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. പൈസ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് എൻ്റെ മോളെ വളർത്തിയത്. ഇത്രയും ഇതിലെത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഓരോ സംഘടനയിൽ ഞങ്ങൾ പൈസക്ക് വേണ്ടി കയറിയിട്ടുണ്ട്. എന്താ സ്വദേശി എന്ന സ്ഥാപനം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ സംഘടനയിൽ ഉണ്ട്. അവരൊക്കെ സഹായിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എൻ്റെ കുട്ടീനേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ കുട്ടി പുനർജനിയിൽ വന്നിട്ട് ഒരുപാട് മാറ്റം. എന്താ ചെളിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അവളേക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പൈസ കയ്യിൽ വേണം. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. പക്ഷെ എപ്പോഴും മകൾക്ക് വേണ്ടി സാധനം വാങ്ങാൻ പൈസ ഉണ്ടാവാറില്ല. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, കടയിൽ കയറി അത് വേണം. ആൾക്കാർ ചോദിക്കുന്നു എന്തിനാ കുട്ടി വാശി പിടിക്കണതെന്ന്. അവളോട് വാശി പിടിക്കുന്നത് അവൾക്ക് ഇന്നത് വേണം. കടയിൽ ചെന്ന് കട കാട്ടി തരും എനിക്കിന്റെ മോള്. അമ്മ അത് വേണമെന്ന് എന്നോട് പറയും. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ എത്ര തെറാപ്പി കൊടുക്കണേ? ഒരു തെറാപ്പിക്ക് വേണം 300 രൂപ. അങ്ങനെ ആഴ്ചയിൽ 3 തെറാപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2700. ഈ ഒരു ക്ലാസ്സിന് 2500 രൂപ. ഈ ഒരു ക്ലാസ്സിന് ഇങ്ങനെ സഹായിക്കുന്നവരെ കൂടെ കൂടിയിട്ടാണ് ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് നേരെ വഴിക്ക് എത്തിക്കുന്നത്. ഇന്നിന്റെ മോളെ നോക്ക്, എത്രമാത്രം അന്നത്തെ മോളല്ല ഇന്നിന്റെ മോളെ കാണുമ്പോ ഇതിന്റെ അടുത്തുള്ളവർ പറയുന്നത് എന്താ, നിന്റെ നടത്തം കൊണ്ടാണ് ആ മകള് ഇത്രയും നേരമായിട്ട്. സുധീഷ് കുമാർ, ഹസീന, ഫദലുന്നീസ, ഫൈറൂസ, നസീബ, സുനിത തുടങ്ങിയ രക്ഷിതാക്കളാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. എടയൂർ പൂക്കാട്ടിരി സ്വദേശിനിയായ വീട്ടമ്മയാണ് മകളുടെ കൈ അധ്യാപിക പൊള്ളിച്ചെന്ന ആക്ഷേപം ഉന്നയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വീട്ടമ്മ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ ചാനൽ വളാഞ്ചേരി. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, AutoCAD,
ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.